പറ്റണില്ല. അമ്മച്ചി ഞാനിന്ന് വരുന്നുണ്ട്, ചേച്ചിയും വരുന്നുണ്ട് അമ്മച്ചി. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായി. ആ സന്തോഷായി മക്കളെ, നിങ്ങളെ കാണാൻ കൊതിയായി. എന്റെ ദൈവമേ, എന്റെ മക്കള് രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. എടി അന്നക്കുത്തേ, ഇങ്ങോട്ട് വന്നേടി. എന്നെ അമ്മച്ചി രാവിലെ ഇത്ര സന്തോഷം? എടി എന്റെ മക്കള് രണ്ടുപേരും വരുന്നു. നീ പോയി താറാവും കുറച്ച് കരിമീനും കൊച്ചുമൊക്കെ മേടിച്ചിട്ട് വാ. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവും വേണ്ട. നീ ചന്തയിൽ പോയി കാണുന്നവരോട് വർത്തമാനമൊന്നും പറഞ്ഞു കേൾക്കാതെ ഓടി വരണം. ഓട്ടോ പിടിച്ച് എളുപ്പം പോയിട്ട് വാ. ഞാൻ ആരോട് വർത്തമാനം പറയാനാ അമ്മച്ചി? എന്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാനല്ലേ ഓരോരുത്തരും എന്നെ പിടിച്ച് നിർത്തുന്നത്? അതിനെനിക്ക് എന്ത് നന്മയാടി ഉള്ളത്? ഓ ടീച്ചറമ്മ എല്ലാവരുടെയും ദൈവമല്ലയോ? ആ നീ പോയിട്ട് വേഗം വാ. എന്റെ പുന്നാരമ്മച്ചി, ഞാൻ ഇപ്പൊ വന്നതേ. എന്തുവാണ് നിനക്ക് ഇത്ര സന്തോഷം? എടി പൊന്നമ്മേ, എന്റെ മക്കളെ രണ്ടുപേരും ഇന്ന് വരുന്നടി, അതിന്റെ സന്തോഷ. ഓ പിള്ളേര് വരുന്നോടെ, കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുവോ? ആ അതൊക്കെ ഒരു സർപ്രൈസ് ആണെന്നാ പറഞ്ഞേ. അതൊക്കെ ഇരിക്കട്ടെ, അന്നക്കുറിച്ച് അടുത്താഴ്ച പോവല്ലേ? ഒന്നിന് കാരുണ്യ ത്രേസ്യമ്മയെ കൂട്ട്. അതിനല്ലേ എന്റെ മക്കൾ വരുന്നത്, ഞാൻ അവരുടെ കൂടെ ഒന്ന് പോവും. അതിരിക്കട്ടെ, നീ അമേരിക്കയിലേക്കാണോ ജർമ്മനിയിലേക്കാണോ? അവർ വരട്ടടി, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ആ അന്നക്കുത്തേ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? എല്ലാം കിട്ടിയോടി? കിട്ടിയമ്മച്ചി, എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ്. കരിമീൻ പിടക്കുന്നത് അമ്മച്ചിക്ക് കാണണം. വേണ്ട വേണ്ട, നീ ചെന്ന് എളുപ്പം എല്ലാം ഉണ്ടാക്ക്, പിള്ളേർ വരുന്നതിന് മുമ്പ്. ഇതൊക്കെയാണെങ്കിലും അന്നക്കുറിച്ച് നിനക്ക് നല്ലൊരു കൂട്ടായി നല്ലേടി. അവളങ്ങ് പോവുമല്ലേ? അവൾ എന്റെ കൂടെ കൂടിയിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ട ഒരു ജീവിതം. അതുകൊണ്ടാടി ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ അവളുടെ വിവാഹം നടത്തി കൊടുത്തത്. 2-3 ദിവസം കഴിഞ്ഞാ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വരും. അവളും എന്റെ മകളെ പോലാടി. നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കണ്ടു കിട്ടുമോടി? ചുമ്മാതല്ല ആളുകൾ പറയുന്നത് ടീച്ചറമ്മ ഞങ്ങൾക്ക് ദൈവത്തിന് തുല്യാന്ന്. എടി ത്രേസ്യമ്മേ, എനിക്ക് നിന്റെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോഴാ ഒരു സന്തോഷമുണ്ട്. അമ്മച്ചി, അമ്മച്ചി, ഞങ്ങൾ അമ്മച്ചിയെ കണ്ടിട്ട് എത്ര നാളായി. അമ്മച്ചിയെ കാണാനല്ലേ ഞങ്ങൾ ഓടി വന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ടുവന്നില്ലേ മക്കളെ? ഇല്ല അമ്മച്ചി, സാരമില്ല മക്കളെ, അന്ന കുറച്ച് നാളെ പോവുകയല്ലേ. ഇനി ഞാൻ തന്നെ ഇവിടെ നിന്ന് എന്നാ ചെയ്യാനാ? എനിക്കാണെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ പറ്റത്തുമില്ല. ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്റെ കൊച്ചു മക്കളെ. ശരി ശരി, അമ്മയ്ക്കകത്ത് പോയി റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സംസാരിക്കട്ടെ. എടി അമ്മച്ചി, ഞാൻ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. നിനക്ക് അമ്മച്ചി കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലൈഫ് സ്റ്റൈലും അത് അമ്മച്ചിക്ക് പറ്റില്ല. ചേച്ചി എന്തുവാ ഈ പറയുന്നേ? നമ്മൾ അവിടെ വെച്ച് ഫോണിൽ പറഞ്ഞല്ലയോ അമ്മച്ചിയെ നോക്കാനും ചുമക്കാനും ഒന്നും എനിക്ക് പറ്റില്ല എന്ന്. എന്നാൽ നമുക്ക് നാളെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അമ്മച്ചി അവിടെ ആക്കാം. നമ്മൾ എന്ത് പറഞ്ഞു കൊണ്ടുപോകും ചേച്ചി? അമ്മച്ചി വരുവോ? നമുക്ക് ടൂറ് പോവുകയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാം. എല്ലാം നാളെ തന്നെ ചെയ്യണം. എന്നിട്ട് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഒന്നടിച്ച് പൊളിച്ച് തിരികെ പോവുകയും ചെയ്യാം. വാ മക്കളെ, നമുക്ക് വല്ലതും കഴിക്കാം. നിങ്ങൾ വന്നിട്ട് കുറേ നേരമായില്ലയോ? വിശക്കുന്നില്ലയോ? അമ്മച്ചി, ഞങ്ങൾ വരുക. അതിനു മുന്നേ ഒരു കാര്യം. അന്നക്കൊച്ചേ, നീ ഇന്ന് തന്നെ കൊടുത്തോ. ഞങ്ങൾ അമ്മച്ചിയെ കൊണ്ട് ടൂറിന് പോവുക. അമ്മച്ചി, ഈ ചേച്ചി പറയുന്നത് കേട്ടോ? ഞാൻ എന്റെ അമ്മച്ചിയുടെ കൂടെ ഇന്ന് കൂടെ ഉള്ളൂ. നാളെ ഞാൻ പോകും. നാളെ
അമ്മച്ചി എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇവിടെ വരുന്നതല്ലേ? ഞങ്ങൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു തന്നിരിക്കുന്നു. പിന്നെ എന്തുണ്ട് ടീച്ചറിന്റെ വിശേഷം? വിശേഷമൊന്നുമില്ല. ഈ പിള്ളേരെന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. ഓ, ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങൾ അമ്മച്ചി ഇവിടെ കൊണ്ടാക്കാൻ വന്നതാ. അമ്മച്ചിയുടെ സെർവന്റ് അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ പോയി. അത് അമ്മച്ചിയുടെ അഹങ്കാരമല്ലേ? എന്തിനാ വേലക്കാരിയെ കെട്ടിച്ചുവിടാൻ പോയത്? അല്ലെങ്കിൽ അവൾ അമ്മച്ചിയെ നോക്കിയേനെ. ഞങ്ങൾക്ക് അമ്മച്ചിയെ നോക്കാനൊന്നും നേരമില്ല. അമ്മച്ചി ഞങ്ങളുടെ സ്റ്റാറ്റസിന് പറ്റില്ല. എഴുന്നേൽക്കടി, എഴുന്നേൽക്കാൻ. നിനക്കൊക്കെ ആരായി സ്റ്റാറ്റസ് ഉണ്ടാക്കി തന്നത്? തള്ളയാര് തണ്ടയാരെന്നറിയാത്ത രണ്ടെണ്ണം. നാടോ പറയരുത്. ടീച്ചറമ്മയൊന്നും മിണ്ടാതിരിക്കും. ഇവിടുമാരെ അങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ തന്തയും നല്ല ഇല്ലാത്തവരൊന്നുമല്ല. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മ. പപ്പയെ ഞങ്ങൾ കണ്ടിട്ടില്ല, മരിച്ചുപോയി എന്നാണ് അമ്മച്ചി പറയുന്നത്. എന്നാൽ രണ്ടുപേരും ശരിക്കും കേട്ടോ. ഈ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയുമല്ല, ഈ ടീച്ചർ കല്യാണം കഴിച്ചിട്ടുമില്ല. ഓരോ ക്രിസ്മസ് ദിനത്തിലും അമ്മത്തൊട്ടിൽ നിന്നും കിട്ടിയ രണ്ടു കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ. നിങ്ങൾ രണ്ടുപേരെ ഈ ടീച്ചർ സ്വന്തം മക്കളായി വളർത്തി നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾക്കത് ഭാരമായി അല്ലേ? ഹലോ അന്നക്കുട്ടി, എന്തുവാടി? അമ്മച്ചി, അമ്മച്ചി എവിടെയാ? പോകുന്നതിന് മുമ്പ് അമ്മച്ചി എനിക്ക് ഒന്നുകൂടെ കാണണം. മോളെ, ഞാൻ ഇവിടെ ഈ സ്നേഹസദനത്തില. എന്താ ഞാനീ കേൾക്കുന്നേ? അമ്മച്ചി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. അമ്മച്ചി, ഇത്ര നാളായിട്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ. അമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങളിനി അമ്മച്ചി ഉപേക്ഷിക്കില്ല. സാരമില്ല മക്കളെ, ഇതിപ്പോ ലോക സഹജമല്ലേ. അമ്മയും അപ്പനും പ്രായമാകുമ്പോ മക്കൾക്ക് ആർക്കും വേണ്ട. നിങ്ങളോട് വരുന്നില്ല. ടീച്ചറമ്മ എവിടെ നിന്നു? ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കൊള്ളാം. അമ്മച്ചി, അമ്മച്ചി ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ നോക്കിക്കോളാം. എന്റെ കാണപ്പെട്ട ദൈവമ അമ്മച്ചി. ശരി മക്കളെ, ഞാൻ നിന്റെ കൂടെ വരാം. എപ്പോ നിനക്ക് ഞാനൊരു ഭാരമായി തോന്നുന്നു, അപ്പോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടാ മതി. അമ്മച്ചി, അങ്ങനെ പറയല്ലേ. അമ്മച്ചി എന്റെ പൊന്ന. ഒന്നുമില്ലാത്ത എന്നെ ഈ നിലയിലാക്കിയത് അമ്മച്ചിയല്ലേ. ഈ ക്രിസ്മസ് ദിനത്തിൽ കർത്താവ് എനിക്ക് തന്ന മുത്ത. അമ്മച്ചിയെ ഞാൻ പൊന്നു പോലെ നോക്കിക്കൊള്ളും. ഈ അന്നക്കൊച്ച പറയുന്നേ. ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. അമ്മച്ചി ഞങ്ങളോട് പൊറുക്കണം. സാരമില്ല മക്കളെ, അമ്മച്ചി എല്ലാം ക്ഷമിച്ചു. നിങ്ങൾ എല്ലാവരും എന്റെ മക്കളല്ലേ. പ്രിയ ചങ്ങാതിമാരെ, വാർദ്ധക്യം ഒരു ശാപമല്ല. ഭൂമിയിൽ പിറന്ന എല്ലാവരെയും അത് തേടിയെത്തും. ഇപ്പോഴുള്ള ഈ ചുറുചുറുക്ക് ഏറെക്കാലം നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യബോധം എല്ലാ